ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും ശ്രുതിയും കൂടി മൂട്ട വഴക്കുണ്ടാക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും വർഷയും ശ്രീകാന്തും ഒക്കെ കയറി വന്നു. കാരണം ഇവർ ഭയങ്കര വഴക്കാണ്. ശ്രുതി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്നില്ല. ശ്രുതിയല്ല ഇറങ്ങാത്തത്, ശ്രുതി ഇറങ്ങുന്നില്ല, ശ്രുതി എണീക്കുന്നില്ല, ശ്രുതി ഭയങ്കര ഉറക്കാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രുതി എന്ത് വിചാരിച്ചു, രണ്ടും കൽപ്പിച്ചിട്ട് ഏതായാലും ഇന്ന് ശ്രുതിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല, ഇന്ന് ഇവിടെ തന്നെ കിടന്നുറങ്ങും, അവൻ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ സച്ചി കയറി വന്ന് കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. സച്ചി പറഞ്ഞു മര്യാദയ്ക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ശ്രുതി പറഞ്ഞു അതെങ്ങനെ ഞാൻ ഇറങ്ങാനാ സച്ചി കണ്ടില്ലേ ശ്രുതി കിടന്ന് ഉറങ്ങുമല്ലേ, പിന്നെ അവന്റെ കള്ളയുറക്കം അത് ഞാനിന്ന് മാറ്റി കൊടുക്കും, അവൻ വെറുതെ അഭിനയിക്കുന്നതാ കള്ളയുറക്കം, ഇന്നവനെ ഞാൻ വലിച്ചു നിലത്തിടും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും ചന്ദ്രയും കൂടെ വന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം, ഈ പാതിരാത്രി കിടന്ന് എന്താ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്, നാട്ടുകാരൊക്കെ എന്താ വിചാരിക്കും, സച്ചി എന്താടാന്ന് ചോദിച്ചപ്പം അച്ഛ ദേ കണ്ടില്ലേ അവനുണ്ടല്ലോ അഭിനയിച്ച് കിടന്ന് ഉറങ്ങാണ്, അവൻ ഉറങ്ങുകയെന്നും പറഞ്ഞ് അഭിനയിച്ച് കിടന്നാൽ പിന്നെ അവന് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങണ്ടല്ലോ, അവന്റെ ഈ ബുദ്ധിയെ ഞാൻ മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് അകത്ത് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ശ്രുതി പറ്റില്ല പറ്റില്ല പറ്റില്ല, ദേ ശ്രുതി കിടന്ന് ഉറങ്ങുക, പാവം ഒരുപാട് ക്ഷീണിച്ചാ വന്ന് കിടക്കുന്നത്, എന്തു ആയിക്കോട്ടെ പണിക്ക് പോയത് ആദ്യമൊക്കെ ആയിരിക്കാം, ശരിയാണ്, ജോലി കഴിഞ്ഞ് ആദ്യമായിട്ട് ക്ഷീണം വരും, അത് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പരിഗണിച്ചാൽ എന്താ സുധീനെ, പാവം സുധി കിടന്ന് ഉറങ്ങുന്ന കണ്ടോ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് മനുഷ്യരെ, അച്ഛ കണ്ടോ അച്ഛ സുധി കിടന്ന് ഉറങ്ങല്ലേ, ആ മനുഷ്യനെ എന്തിനാ വിളിച്ച് ശല്യം ചെയ്യുന്നത്, ആ മനുഷ്യൻ ഇനി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ഈ സച്ചി കാണിക്കുന്നത്, ലേശം വിവരവും ബോധവും ഒക്കെ വേണ്ടേ, ഓ നിന്റെ കെട്ടിയനാടി വിവരവും ബോധവും ഇല്ലാത്തത്, മിണ്ടിപ്പോകരുത്, അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോനെ സച്ചി വേണ്ട, അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, കാരണം എന്തൊക്കെയായാലും ശ്രുതി പറഞ്ഞതുപോലെ അവൻ കുറേ നാളുകൾ കൂടിയാണെങ്കിലും ജോലിക്ക് പോയി അവന് ക്ഷീണം ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ അവിടെ കിടന്നുറങ്ങട്ടെ, നിങ്ങൾക്ക് റൂം പോരെ, ഞാനും ചന്ദ്രയും കൂടെ മാറിത്തരാം, ആ റൂമിൽ നിങ്ങൾ കിടന്നോ, എന്താ അച്ഛാ ഈ പറയുന്നത്, ദേ ആ റൂമിൽ കിടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ റൂമിൽ കിടക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്, അച്ഛമ്മ എടുത്ത തീരുമാനമാണ്, ആ തീരുമാനത്തെ മറികടന്ന് ഇവർ തന്നെ ഇനി ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല, മാത്രമല്ല അവനുണ്ടല്ലോ അഹങ്കാരം, അഹങ്കാരം പഠിച്ച കള്ളനവന്, അവനെ ഉറങ്ങുന്നൊന്നുമില്ല, അവൻ വെറുതെ അങ്ങോട്ട് കിടക്കുന്നതാ, അവൻ വെറുതെ കിടന്ന് അഭിനയിക്കുന്നതാ, അവൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എന്നിട്ട് അതിന്റെ കൂടെ അവന്റെ ഭാര്യയും കൂടി ഇപ്പം കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ ഇവള് പിരികേറ്റി വിട്ടതല്ലേ, പിന്നെ എങ്ങനെയാണ് സച്ചി വഴക്കുണ്ടാക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ ആരും പിരികേറ്റിയൊന്നും വിട്ടിട്ടില്ല, ആരും പിരികേറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ആളുമല്ല ഞാൻ, എനിക്ക് സ്വയമേ തോന്നിയാൽ മാത്രമേ ഞാൻ എന്തും ചെയ്യുള്ളൂ, പിന്നെ അമ്മ കൂടുതലും മിണ്ടണ്ട, അമ്മ അവിടെ മര്യാദയ്ക്ക് നിന്നാൽ മതി, അമ്മയോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, അമ്മയുടെ റൂമിൽ നിന്ന് മാറാൻ പറഞ്ഞു ഇല്ലല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്നോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ടാ സച്ചേട്ടാ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്, വഴക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം, സമയമുണ്ട്, വാ നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടോ നല്ല നിലാവില്ലേ, നമുക്ക് ടെറസിന്റെ മേളിൽ പോയി കിടക്കാം, സച്ചേട്ടാ ഞാനും വരാം, നമുക്ക് പോയി കിടക്കാം എന്നും പറഞ്ഞ് ഒരു തരത്തിൽ നമ്മുടെ സച്ചിനെ നിർബന്ധിച്ച് ടെറസിന്റെ മണ്ടയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതി കാണിച്ചത് ശരിയല്ല, ശ്രുതി ഉറങ്ങിപ്പോയി, ശരിയാണ് കേട്ടോ, ശ്രുതി ഉറങ്ങിപ്പോയത് തന്നെയാണ്, അഭിനയിച്ചതൊന്നുമല്ല, നല്ല ക്ഷീണമുണ്ട് പുള്ളിക്കാരൻ, അങ്ങനെ ജോലിക്കൊന്നും പോകാതിരുന്ന് കുഴി മടിയനായിട്ട് ഇരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം തന്നെ, അതിൻ്റെ ഇതിൽ ഉറങ്ങിപ്പോയതുമാണ്. അങ്ങനെ പിന്നെ നേരം പരപര വെളുക്കുന്നു, നേരം പരപര വെളുത്ത സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്, അതിനിടയിലും സീനുകളുണ്ട് കേട്ടോ, അതിനിടയിൽ നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും സീനുണ്ട്, അത് ഞാൻ കുറച്ചൊന്നും പറയാം, കാരണം അത് മൊത്തം റൊമാൻസ് ആണ്, അപ്പം റൊമാൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഫലിക്കുന്ന അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെ ഇവര് ടാർസന്റെ മേളിൽ ചെല്ലുന്നു, സച്ചിക്ക് ഭയങ്കരമായിട്ട് എന്തോ അങ്ങോട്ട് ഹേർട്ടായി പോയിട്ടോ, കാരണം ശ്രുതി അത്രയ്ക്ക് തറപ്പിച്ച് അവിടെ നിറങ്ങൂല എന്നൊരു ഇതില്ലായിരുന്നു, കാരണം കല്ലുപോലെ നമ്മുടെ ശ്രുതി നിന്നു, അപ്പൊ ഭയങ്കരമായിട്ട് ഹേർട്ടായി പോയി. അങ്ങനെ സച്ചി മണ്ടയിൽ പോയി ഭയങ്കരമായിട്ട് ടെൻഷനോട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രേവതി പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും ഒരു കൂസലും ഇല്ലാത്ത ആളായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത്, എന്തോ ഒരു വിഷമം പോലെ, അത് പിന്നെ രേവതി അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കായിരുന്നേ, നീ എൻ്റെ കൂടെ വന്നത് കൊണ്ടല്ലേ നിനക്കും ഇതൊക്കെ വന്നത്, നിനക്കാണെങ്കിൽ ഒരു റൂമോ ഒരു എന്താ പറയാ നിനക്ക് ഒരു പ്രൈവറ്റ് സ്പേസോ ഒന്നും ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ ഇവിടെ,
അപ്പം അതുകൊണ്ട് തന്നെ നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുക രേവതി. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ വന്നത്. എൻ്റെ പൊന്ന് സച്ചേട്ടാ, എൻ്റെ കാര്യം ഓർത്ത് സച്ചേട്ടൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് പ്രത്യേകിച്ചൊരു റൂമോ പ്രത്യേകിച്ചൊരു പ്രൈവറ്റ് സ്പേസോ ഒന്നും ആവശ്യമില്ല. ദേ, നമുക്ക് രണ്ടുപേർക്കും എവിടെ കിടന്നാലും ഉറക്കം വരുമല്ലോ. സച്ചേട്ടൻ എവിടെ കിടന്നാലും ഉറക്കം വരുമല്ലോ, എനിക്കും എവിടെ കിടന്നാലും ഉറക്കം വരും. ഞങ്ങളുടെ വീട്ടില് അമ്മ എപ്പോഴും പറയുന്ന പോലെ പ്രത്യേകിച്ച് ഒരു മുറിയിലൊന്നും അല്ല കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്, അതും നിലത്ത് പാവ വിരിച്ചിട്ട്. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല സച്ചേട്ടാ. പിന്നെ സുധി ഇപ്പം ക്ഷീണം ആയിട്ട് വന്ന് കിടക്കുന്നതല്ലേ, അപ്പം അതുകൊണ്ട് ആ റൂമിലൊന്ന് കിടന്നോട്ടെ. നമ്മൾ ഒരു വിട്ടുവീഴ്ച ചെയ്തെന്ന് ഓർത്തോണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. സച്ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. ഈ രേവതിക്ക് സച്ചി എവിടെയാണോ കിടക്കുന്നത്, സച്ചി എവിടെയുണ്ടോ അവിടെ സ്വർഗം തന്നെയാണ്. സച്ചേട്ടനല്ലേ എൻ്റെ എല്ലാം എല്ലാം എല്ലാം. അപ്പം പിന്നെ ഞാൻ എന്തിനാ പ്രത്യേകിച്ചൊരു പ്രൈവറ്റ് റൂമും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസും ഒക്കെ തേടി പോകുന്നത്? സച്ചേട്ടനുണ്ടെങ്കിൽ അവിടെ എനിക്ക് സ്വർഗ, വേറെ ഒന്നും വേണ്ട എനിക്ക്. സച്ചേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നിന്നാൽ മാത്രം മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വഴക്കുകളും പിടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും സച്ചേട്ടന് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനു സങ്കടപ്പെടണം? എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുമ്പം ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടേ മോനൊരു കാര്യം ചെയ്തേ, കിടന്നുറങ്ങാൻ നോക്കിക്കേ. നാളെ രാവിലെ ഓട്ടം ഉള്ളതല്ലേ, ഓട്ടം പോകണ്ടേ. ഇത് മനസ്സിലിട്ട് ഇനി ഊതി പെരുപ്പിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാര മാർഗം ഉണ്ടാക്കാം. പിന്നെ അച്ഛമ്മേനെ വിളിച്ച് ഇത് പറയാനും നിൽക്കണ്ട കേട്ടോ. ഇനി അച്ഛമ്മേനെ വിളിച്ച് പറഞ്ഞതെങ്ങനെ ഞാൻ അറിഞ്ഞാൽ അത് പിന്നെ രേവതി, എനിക്കറിയാം അച്ഛമ്മേനെ വിളിച്ച് പറയാൻ തുടങ്ങുന്നത്. അതാ പറഞ്ഞത്, ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടോ, ഞാനാണ് സച്ചേട്ടനെ പിരികേറ്റി വിട്ടതെന്ന്. അങ്ങനെയല്ലേ അമ്മ പറയുന്നത്? അതുകൊണ്ടാ പറയുന്നത്. വേണ്ട, ഇനി ഒരു പ്രശ്നത്തിനും പോകണ്ട. ഹാളെങ്കിൽ ഹോള്, ഈ ടെറസ് എങ്കിൽ ടെറസ്, നമ്മളിവിടെ ഒരുമിച്ച് കിടക്കുന്നു, അതിപ്പം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കിടക്കാൻ തുടങ്ങുമ്പോൾ രേവതിനെ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അവർ ഒരു ചെറിയൊരു റൊമാൻസ് ഒക്കെ പോലെ ചെറിയൊരു സീന് കാണിക്കുന്നു. അത് കഴിഞ്ഞാട്ടോ പിന്നെ നേരം പരവരാ വിളിക്കുന്നത്. നമ്മുടെ രേവതി കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് നല്ലത് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്തിൻ്റെ സൂക്കേടാടി, നീ ഒറ്റയൊരുത്തി കാരണമാടി ഇതൊക്കെ ഉണ്ടായത്. എനിക്കറിയാടി, നീ തന്നെയാടി പിരികേറ്റി വിടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നമ്മ ഒന്നും മിണ്ടാതെ മാറിപ്പോകാൻ പറഞ്ഞു. വെറുതെ എന്തിനാ രാവിലെ വന്ന് എൻ്റെ മെക്കിട്ട് കയറുന്നത്? അമ്മയ്ക്ക് രാവിലെ വന്ന് എന്നെ 2 നല്ല വർത്താനം പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാല്ലേ. അതുകൊണ്ടല്ലേ അമ്മ രാവിലെ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അയ്യോ, പിന്നെ നീ ആരാടി നിന്നോട് വന്ന് സംസാരിച്ചിട്ട് എൻ്റെ ഒരു ദിവസം തുടങ്ങാനായിട്ട്? എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ കേട്ടോ. നമ്മുടെ രേവതിക്ക് ഇപ്പം നല്ല വർത്താനം പറയാനുള്ള വായൊക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രേവതി ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ തന്നെ നല്ല വർത്താനം പറയും കേട്ടോ. ഏതായാലും എല്ലാവരും ഡൈനിങ് ടേബിളൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്ന സമയം, ഈ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചായയൊക്കെ എടുത്തു കേട്ടോ. ചായയൊക്കെ എല്ലാവരും കുടിച്ചൊക്കെ കഴിഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറായപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സുധി വരുന്നില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇതെന്താ ചന്ദ്ര സുധി ഇറങ്ങി വരാത്തത്? സുധീനെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി? രാവിലെ പോയി കട തുറക്കാനുള്ളതല്ലേ, ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് രാവിലെ കട തുറന്നില്ലല്ലോ എങ്ങനെയാണ് ശരിയാവുന്നത്? ബിസിനസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാവിലെ നമ്മൾ പോയി കടയൊക്കെ തുറക്കണം, അതിനോട് അടുക്കിച്ചിട്ടൊക്കെ വേണ്ടേ? അത് പിന്നെ അവനെ ഒരുങ്ങുമായിരിക്കും. ഞാൻ അവനെ പോയി ഇപ്പം വിളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ആർക്കറിയാം ഒരുങ്ങുവാണോ കിടന്നുറങ്ങുകയാണോ എന്ന്. ഇന്നലത്തെ അവൻ്റെ ക്ഷീണോ പെരുമാറ്റവും കണ്ടിട്ട് ഇനി അവർ 10 ദിവസം എണീക്കുന്ന ലക്ഷണമില്ല. മിക്കവാറും കട്ടിലെ തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സുധീനെ കിടന്ന് വിളിക്കുക, സുധി എണീക്ക്, സുധി ഒന്ന് എണീക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോഴത്തേക്കും എണീക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കമുന്നും ഒക്കെ കിടക്കുന്നതല്ലാതെ എണീക്കുന്നില്ല കേട്ടോ നമ്മുടെ സുധിക്ക് ഭയങ്കര ക്ഷീണം. ഏതായാലും ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുന്നു. അവരിങ്ങനെ സുധീനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നത്, എൻ്റെ മോൻ അങ്ങനെയൊന്നും അല്ല, എൻ്റെ മോൻ ഇപ്പൊ അത് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും, ഞാൻ അവനെ പോയി വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു വലിയ കാര്യത്തിന് നമ്മുടെ സുധീനെ വിളിക്കാൻ വേണ്ടി ഇങ്ങ് വരുക. അങ്ങനെ സുധീനെ വിളിക്കാൻ വേണ്ടി വന്നു. മോളെ സുധി എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും, എന്താ അമ്മേ? അല്ല, അവൻ ഇതുവരെ എണീറ്റില്ലേ? ഇല്ലമ്മേ, എണീക്കുന്നില്ല, ക്ഷീണമെന്നും പറഞ്ഞ് കിടക്കുക. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നോ? അയ്യോ പാവം, ക്ഷീണമായിരിക്കും മോളെ, ഭയങ്കര ക്ഷീണമായിരിക്കും. അവൻ ഇന്നലെ ഒരുപാട് തിരക്കല്ലായിരുന്നോ? പാവം എൻ്റെ മോന് ഒരുപാട് ക്ഷീണിച്ചു പോയി. സാരമില്ല മോനെ സുധി മോനെ, എണീറ്റ മോനെ എണീക്കടാ, മോനെ എണീക്ക്, കടയിൽ പോണ്ടേ മോനെ കുട്ടാ എണീക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ഓമനിച്ച് പുന്നാരിച്ച് വിളിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഇതുവരെ പോയ ആളെ കണ്ടില്ലല്ലോ,
അല്ല, വിളിക്കാൻ വേണ്ടി ഒരാൾ പോയിട്ട് എന്തു പറ്റി, കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം രേവതിക്കും അറിയാം സംഭവം സത്യം പറഞ്ഞാൽ ശ്രുതി നല്ല ഉറക്കമാണെന്ന്. കാരണം അവര് ചായ കുടിക്കാനൊന്നും വന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ശ്രുതി ചായയൊക്കെ മേടിച്ചോണ്ട് പോകുന്നതാണ്. അപ്പം രേവതി ചായ ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ രേവതിക്ക് അറിയാം ഉറക്കമായതുകൊണ്ടാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറയുകയും ചെയ്തു, അച്ഛ ഉറങ്ങായിരിക്കും, അതായിരിക്കും ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതെങ്ങനെയാ ശരിയാവുന്നത്. അപ്പോഴേക്കും നമ്മുടെ വർഷയും പറയുന്നുണ്ട്, അതൊന്നും ശരിയല്ല, ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ ഓണർ രാവിലെ വന്ന് ആ സ്റ്റുഡിയോ തുറക്കുന്നത്. അപ്പോഴത്തേക്കും ശ്രീകാന്തും പറഞ്ഞു, അതെ അതെ, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ അതിരാവിലെ വന്ന് വിളക്ക് കൊളുത്തി കട തുറന്നിടും, അതാണ് ഐശ്വര്യം. ആ, ഐശ്വര്യം അതൊക്കെയാ. ഐശ്വര്യം കിടത്ത് ഉറങ്ങുവാണല്ലോ, ഭയങ്കര ഉറക്കമായിരിക്കും എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി നേരെ പോവുകയാണ് നമ്മുടെ സുധിയുടെ റൂമിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ, മോനെ കുട്ടാ, എടാ ചക്കര എണീക്കടാ, മോനെ എണീക്കും മോനെ, സുധി പോവണ്ടേ. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് അങ്ങ് തരിച്ചു കയറിയില്ല. സച്ചി, അയ്യോ അയ്യോ, ഇതെന്നതാ കാണിക്കുന്നത്, ഇതേ പൊന്നാരിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക്, മുതുക്കനെ പിടിച്ചിട്ട് മോനെ ചക്കരെ പൊന്നാരെ പോലും, അവനെന്നെ സ്കൂളിൽ വിടാൻ വേണ്ടി ആദ്യമായിട്ട് വിളിച്ചെണീപ്പിക്കുന്നത് പോലെ. ഈ മുതുക്കനെ, അതെ ഇവനെ ഇങ്ങനെയല്ല വിളിക്കേണ്ടത്, ഇവനെ വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഡൈനിങ് ടേബിളിൽ പോയിട്ട് അവിടെ ഒരു ജക്കിരിപ്പുണ്ടായിരുന്നു, വാട്ടർ നിറച്ച് ജക്കിരിപ്പുണ്ടായിരുന്നു. ആ ജക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ജക്കിനകത്തുള്ള വെള്ളം മുഴുവനും നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് ഒറ്റ ഒഴി. അയ്യോ അയ്യോ, വെള്ളം 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 എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് കാറ് കാണട്ടോ. വെള്ളം വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും, എടാ നിന്റെ മേത്ത് വെള്ളം വീണതാടാ, അല്ലാതെ നീ വെള്ളത്തിൽ പോയതല്ലടാ, എണീക്കടാന്ന് പറഞ്ഞു. അയ്യോ വെള്ളം വെള്ളം, എന്താ ഇത്, ഒന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതേ ശ്രുതി, വാ ഒരുങ്ങ്, നമുക്ക് പോയി ഷോപ്പ് തുറക്കണ്ടേ. ഷോപ്പ് തുറക്കാനോ? അതെ, ഏതെങ്കിലും സ്റ്റാഫുകളോട് ഇന്ന് ഷോപ്പ് തുറക്കാൻ പറയാം. എനിക്ക് ഒട്ടും പറ്റില്ല ശ്രുതി, എനിക്ക് ഒട്ടും പറ്റില്ല. ദേ, ഒട്ടും പറ്റില്ല എന്നൊന്നും പറയല്ലേ, ആദ്യത്തെ ദിവസമല്ലല്ലോ, ഇന്നലെ അല്ലായിരുന്നു ആദ്യത്തെ ദിവസം. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ആ ബോധമുണ്ട്, അപ്പം ബോധമുണ്ട്, വെളിവും ബോധമുണ്ട്. എന്താടാ നീ കാണിക്കുന്നത്, എടാ വൃത്തികെട്ടവനെ, എടാ ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കുവേ അത് വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. സ്റ്റാഫിനോടൊപ്പം നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം, എന്നാലേ സ്റ്റാഫും അതുപോലെ ചെയ്യത്തുള്ളൂ. തോന്നുമ്പോ പോവുക, തോന്നുമ്പോ തുറക്കുക, അങ്ങനെയൊന്നും കടയെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലടാ, എണീക്കടാ, കണ്ടില്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ ആരെങ്കിലും കല്ല് കൊടുക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കുറേ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്കും എന്തോ പോലെ ആയിപ്പോയി. ശ്രുതിയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പൊടാ ശ്രുതിയുടെ പുറത്തിട്ട് അടിക്കുകയാണ്, എണീക്ക് ശ്രുതി എന്ന് പറഞ്ഞ് പടപടാ പുറത്തിട്ട് അടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര, എന്താ ശ്രുതി കാണിക്കുന്നത്, എൻ്റെ മോന് വേദന എടുക്കൂലേ. അപ്പോഴത്തേക്കും ആണെങ്കിൽ, അയ്യോ വേദന, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, മടിയിൽ കയറ്റി അങ്ങോട്ട് ഇരുത്ത്, എന്നിട്ട് അങ്ങ് പാട്ട് പാടി ഉറക്ക്, കുറച്ച് ഇഞ്ചിയും കൂടി അങ്ങോട്ട് കൊടുക്കും മോനെ എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയാ. ഈ സമയത്ത് രവീന്ദ്രൻ പതുക്കെ വന്നിട്ട്, എടാ മോനെ ശ്രുതി, നീ കാണിക്കുന്നത് ശരിയല്ല, എണീറ്റ് വന്നേ, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ, ഇത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല, അതുകൊണ്ട് എണീക്കാനാ പറഞ്ഞത്, എണീറ്റ് എന്ന് പറയുക. അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മുടെ ശ്രുതിനെ അവിടെ നിന്ന് എണീപ്പിക്കുന്നത്. ഏതായാലും ആ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അങ്ങനെ നമ്മുടെ രേവതി കിച്ചണിൽ പോയി ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര വരുന്നത്. അതെ, ശ്രുതിക്കും ചായ കൊടുത്തില്ലല്ലോ നീ, പെട്ടെന്നൊരു ചായ എടുത്തേ. അത് പിന്നെ ചായ ഞാൻ രാവിലെ ഇട്ടായിരുന്നല്ലോ, അപ്പൊ അവര് കുടിച്ചില്ല, ഇനിയിപ്പം എനിക്ക് ചായ ഇടാനൊന്നും പറ്റത്തില്ല, ഇവിടെ പ്രത്യേകിച്ച് ശ്രുതിക്കും വേണ്ടി ഒന്നും ചെയ്യരുത് എന്നോട് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞപ്പോ സച്ചി പറഞ്ഞെന്നോ. എടി, നീ ഓരോന്ന് മനസ്സിൽ വെച്ച് പെരുമാറുന്നതല്ലേ എടി, നിനക്ക് റൂം കിട്ടാത്തതിന്റെ സൂക്കേടാന്ന് എനിക്കറിയാം. അതെ, ഇന്ന് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, അറിയാലോ, പാവം എൻ്റെ സുതിമോന് ഒരുപാട് ക്ഷീണമുണ്ട്, അതുകൊണ്ട് തന്നെ അവന് വേണ്ടി കുറച്ച് ആടിൻ്റെ കരളും പിന്നെ ചങ്കും ഒക്കെ വരട്ടി വെച്ചേക്കണം, അവന് കൊടുത്തുവിടാനാണ്. അതുപോലെ തന്നെ വെജ് ബിരിയാണി ശ്രുതിക്ക് വെക്കണം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ കുറെ ഐറ്റംസ് ഉണ്ട്, അതെല്ലാം നീ ചെയ്തു വെച്ചേക്കണം, ഇന്ന് ലഞ്ചും കൊടുത്തു വിടാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതെ എന്നെക്കൊണ്ട് പറ്റില്ല ആർക്കു വേണ്ടിയും സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ, എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കും, അത് വേണമെങ്കിൽ കൊടുത്തു വിട്ടോ, അല്ലാതെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ശ്രുതിക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അങ്ങനെ ഉണ്ടാക്കൂലല്ലോ, ഞാൻ ഇനി ഉണ്ടാക്കാനും പോകുന്നില്ല. എടി അഹങ്കാരി, എന്ത് വർത്താനാടി നീ പറയുന്നത്, ദേ ഞാൻ പറഞ്ഞു
മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം. എനിക്കറിയാടി നിനക്കേ റൂം കിട്ടാത്തന്റെ സൂക്കേടാന്ന്. നാണം ഇല്ലേടി? അവനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നില്ല നിനക്ക് ഉറക്കം വരത്തില്ലല്ലേ? അവനെ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കാൻ വേണ്ടി അവളുടെ ഒരു പൂതിയെ. ഇത് കേട്ടത് എന്തോ പോലെ ആയി പോയിട്ട് രേവതിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ. രേവതി പറഞ്ഞു, എന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? എന്ത് വർത്താന പറയുന്നതെന്നോ? എനിക്കറിയാടി, നിനക്ക് റൂം കിട്ടാത്തതിന്റെ സൂക്കേടല്ലേ നീ ഇപ്പൊ ഇവിടെ തീർക്കുന്നത്. അതിന്റെ പ്രതികാരമല്ലേ നീ ഇപ്പൊ ഇവിടെ തീർക്കുന്നത്. എനിക്ക് റൂം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരുമെന്ന് അമ്മയ്ക്ക് അറിയാലോ. എവിടെ കിടന്നാലും ഉറക്കം വരും. ദേ, ഒരു ദിവസം കെട്ടിയവന്റെ കൂടെ കിടന്നിട്ടെ അതങ്ങ് പിടിച്ചുപോയി. അപ്പൊ പിന്നെ പിറ്റേ ദിവസം കെട്ടിയവന്റെ കൂടെ കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. എടി, എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുക. ഇങ്ങനെ ആകരുത് ഒരു പെണ്ണുങ്ങളും, ഇങ്ങനെയാകാൻ പാടില്ല ഒരു പെണ്ണുങ്ങളും. അവക്ക് കെട്ടിയവനില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല പോലും. ദേ അമ്മേ, ഞാൻ പറഞ്ഞു, എനിക്ക് കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നുക. ഒരു അമ്മ മകളോട് പറയേണ്ട വാക്കുകളല്ല അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിർത്തിക്കോണം, ഇനി എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ രേവതിക്ക് ഇത് കേട്ടപ്പോൾ എന്തോ പോലെ ആയി പോയിട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇനിയിപ്പം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് നമ്മൾ ഒട്ടനെ വരുന്നതായിരിക്കും. അതിന്റെ പുറകെ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് വിടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.